മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു ചെറിയ വാർത്ത TV ചാനലുകളിൽ കാണേണ്ടായി. അതുപോലെ തന്നെ ജന്മഭൂമി ദിനപത്രത്തിലും അതിനെക്കുറിച്ചൊരു വിവരണം വായിക്കേണ്ടായി. ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ട ഒരു വിഷയമാണോ എന്നുള്ളത് പോലും സംശയകരമായിട്ടുള്ള അത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ആ വിഷയം ഇതായിരുന്നു: ഉത്തര കേരളത്തിൽ അതിഗംഭീരമായിട്ട് സംഘടിപ്പിച്ച ദേശീയ കായികമേള നാഷണൽ ഗെയിംസ്, അത് വളരെ വളരെ ഗംഭീരമായിട്ട് എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ പിടിച്ചുപറ്റുന്ന വിധത്തിൽ കേരള ഗവൺമെന്റ് സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്ത്യൻ പ്രധാനമന്ത്രി അതിൽ പങ്കെടുക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് ഇൻവിറ്റേഷൻ അയക്കുകയുണ്ടായി. അദ്ദേഹത്തിന് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. ഇതെല്ലാം വാർത്തയായിട്ട് വായിച്ചതാണ്. അത്ഭുതകരമായി കണ്ടത് കേന്ദ്രമന്ത്രി ശ്രീ വെങ്കയ്യ നായിഡുവാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ ഒന്നും പ്രത്യേകതകളൊന്നും കണ്ടില്ല. പക്ഷെ വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രിയെക്കുറിച്ചും പ്രധാനമന്ത്രിയുടെ 3D ഡിമാൻഡ്, ഡെമോഗ്രഫി എന്നുള്ള വാക്കുകളുമായി ബന്ധപ്പെട്ട ഡെമോക്രസി എന്ന 3Dയെ കുറിച്ച് പറയുമ്പോഴും മെയ്ക്ക് ഇൻ കേരള കാര്യങ്ങൾ പറയുമ്പോഴും ഈ കേന്ദ്ര ഗവൺമെന്റ് സ്പോർട്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിവരിക്കുമ്പോഴും സദസ്സിൽ നിന്ന് കയ്യടി വന്നു എന്ന് വാർത്തയുണ്ടായിരുന്നു. അത് TV-യിൽ കാണുകയും ചെയ്യാമായിരുന്നു. അതിലും വലിയ പ്രത്യേകതയൊന്നുമില്ല. അതൊക്കെ വളരെ സാധാരണയായിട്ട് നടക്കുന്നത് തന്നെയാണ്. പക്ഷേ അതേ വെങ്കയ്യ നായിഡു കേരള മുഖ്യമന്ത്രിയെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ ദേശീയ കായികമേളയുടെ ആ പ്രവർത്തനത്തെ ശ്ലാഘിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോ കേരളത്തിൽ നടത്തിയ ഒരു പരിപാടിയായിട്ടും അതിന് ശക്തമായ കൂവല് ഉണ്ടായി എന്ന് വാർത്ത കണ്ടു. മാത്രമല്ല, തനിക്കും ഇത് അഭിമുഖീകരിക്കേണ്ടി വരും എന്നറിഞ്ഞ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രി തന്റെ പ്രസംഗം ഒറ്റ വരിയിൽ ഒതുക്കി എന്നുള്ള വാർത്തയും ആ പത്രത്തിലുണ്ടായിരുന്നു. TV-യിൽ കണ്ടവരും പറഞ്ഞു അദ്ദേഹം വളരെ സുദീർഘമായി പ്രസംഗിച്ചില്ല എന്ന്. യഥാർത്ഥത്തിൽ ഇതൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. പ്രത്യേകിച്ചും KM മാണിയുമായി ബന്ധപ്പെട്ടതും ഇവിടത്തെ മദ്യലേലവുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ മദ്യഷോപ്പുകൾ പൂട്ടുന്നതും തുറക്കുന്നതും കോടതി വിധിയുമെല്ലാമായിട്ട് ബന്ധപ്പെട്ടതും കൈക്കൂലിയിലെ കാര്യങ്ങളെല്ലാമായി ബന്ധപ്പെട്ട് കുറേ അധികം പ്രശ്നങ്ങൾ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുമ്പോൾ കേരള മന്ത്രിമാർക്കോ മന്ത്രിസഭയ്ക്കോ കേരളത്തിലെ ഭരണാധികാരികൾക്കോ എതിരായിട്ട് കൂവലുണ്ടാവുക സർവ്വസാധാരണമാണ്. കരിങ്കൊടി കാണിക്കലും പ്രതിഷേധിക്കലും മുദ്രാവാക്യം വിളിക്കലും കൂവലുണ്ടാവലും ഒക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ട് എനിക്ക് തോന്നിയത്, ഒരു കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് കേന്ദ്രത്തെ പുകഴ്ത്തിയപ്പോൾ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും നഖശിഖാന്തം എതിർത്തുകൊണ്ട് എല്ലാ കാര്യത്തിനും ഒബാമയുടെ കമന്റ് ഉൾപ്പെടെ ഉള്ളതിന് എതിർത്തുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്ന, കേന്ദ്രത്തെ എതിർക്കാൻ വേണ്ടി മാത്രം ഒരുമിച്ച് നിൽക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ യജ്ഞത്തില്, വിമർശനാത്മക യജ്ഞത്തില് ഒരുമിച്ച് കൈകോർക്കുന്ന അവസ്ഥയില്
ഒരു കേന്ദ്രമന്ത്രി വന്ന് തന്റെ ഗവൺമെന്റിനെ പുകഴ്ത്തിയപ്പോൾ അതിനും കൂവല് വരുന്നതിന് പകരം എന്തുകൊണ്ട് കയ്യടി വന്നു എന്നൊരു അത്ഭുതം എനിക്ക് തോന്നുന്നു. അതിന് കൂവല് വരേണ്ടതിന് പകരം കയ്യടി എന്തുകൊണ്ട് വന്നു? ഇത് കേരളത്തില് കാറ്റ് മാറി വീശുന്നതിന് തെളിവാണെങ്കിൽ അത് കേരള ജനത ഇപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ മാറ്റങ്ങളുടെ പിന്നിൽ നിൽക്കുന്നോ, ആ പിന്നിൽ നിൽക്കുന്നു എങ്കിൽ എതിർത്തുകൊണ്ട് നിൽക്കുന്നോ അനുകൂലിച്ചുകൊണ്ട് നിൽക്കുന്നോ എന്നുള്ളതിൻ്റെ ഒരു ഉത്തമമായിട്ടുള്ള ടെസ്റ്റ്, ലൈവ് ടെസ്റ്റ് ആണെന്ന് തോന്നിപ്പോകുന്നു. ഞാൻ ശ്രദ്ധയോടുകൂടിയാണ് വാക്കുപയോഗിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് കേരളം മുഴുവനും കയ്യടിയോടുകൂടി സ്വീകരിക്കുന്നു എന്നൊന്നും അർത്ഥത്തിലൊന്നുമല്ല. അവനവന്റെ ഗവൺമെന്റിനെ അവനവൻ പുകഴ്ത്തുമ്പോൾ കേരളത്തിൽ സ്വാഭാവികമായിട്ടും കൂക്കിവിളിയാ വരേണ്ടത്. അത് സംഭവിച്ചില്ല. മറിച്ച് നേരെ വിപരീത ദശയിലിരിക്കുന്ന BJP ഗവൺമെന്റിന്റെ പ്രതിനിധി കോൺഗ്രസ് മുഖ്യമന്ത്രിയെയും കോൺഗ്രസ് ചെയ്തിരിക്കുന്ന നല്ലതിനെയും പുകഴ്ത്തിയപ്പോ ഒരുപക്ഷെ കേരളത്തിലെ ജനത കേരളത്തിലെ ഭരണാധികാരികളെ പുകഴ്ത്തുമ്പോ അറ്റ്ലീസ്റ്റ് കൈയടിച്ചില്ലെങ്കിലും കൂവുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അത് സംഭവിച്ചു എങ്കിൽ ഇന്ന് കേരളത്തിലെ യുവാക്കളും മറ്റുള്ളവര് രാഷ്ട്രീയ ദിശയില് അല്ലെങ്കിൽ ഭാരതീയമായ വീക്ഷണത്തില് ഏത് ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് അഭിമാനകരമോ അതല്ലാത്തതോ ആയ ഒരു വീക്ഷണം വെച്ചു പുലർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു ചൂണ്ടുപലകയായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ കാറ്റ് മാറി വീശുന്നു എന്ന് ചുരുക്കം. സാധാരണഗതിയില് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോ പോലും കോൺഗ്രസിന് 20 or 22 സീറ്റ് കൊടുത്ത കേരളത്തില് മാറി മാറി ഇടതുപക്ഷവും വലതുപക്ഷവും മാത്രം വന്നുകൊണ്ടിരിക്കുന്ന കേരളത്തില് ഈ കേരളത്തിലെ മണ്ണിൽ വേരുറക്കില്ല എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ ആ പാർട്ടിയുടെ ആൾക്കാര് പുകഴ്ത്തിയപ്പോൾ കേരളത്തിലെ കായിക മണ്ഡലത്തിലുള്ളവരും അത് ദേശീയ കായിക മേളയിൽ പങ്കെടുത്ത കേരളീയരോ അല്ലാത്തവരോ ആയിട്ടുള്ള കാണികളും അത് പ്രതികരിച്ചത് ഏതോ ഒരു വലിയ മാറ്റത്തിന്റെ ലക്ഷണമാണോ എന്ന് അഭിമാനത്തോടുകൂടി ചിന്തിക്കുന്നവർക്ക് അഭിമാനമുയർത്താനും അല്ലാത്ത വിധത്തിൽ ചിന്തിക്കുന്നവർക്ക് അവരുടെ വീക്ഷണത്തിൽ മാറ്റം വരുത്തി അവരും ദേശീയ മുഖ്യധാരയിലേക്ക് വരേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു കയ്യടിയും കൂവലും. ഗർവാപസി എന്ന് പറഞ്ഞ് ചുംബന സമരത്തെ സ്പോൺസർ ചെയ്തും ഏതോ തമിഴ്നാട്ടിലെ ഒരു മുരുകന് വേണ്ടിയിട്ട് ഇവിടുത്തെ ബുദ്ധിജീവികളും പത്രമാധ്യമങ്ങളും എല്ലാം കൂക്കി വിളിച്ചും പ്രവർത്തിച്ചും ഈ നാട്ടില് ശാസ്ത്ര പൈതൃകമൊന്നുമില്ല എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരായിട്ട് രാപ്പകൽ ഉറങ്ങാതിരിക്കുന്ന ബുദ്ധിജീവികളും യുക്തിവാദികളും അവരുടെ പിന്നിൽ അണിനിരക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ പ്രതികരണമാണോ ഈ കൂക്കിവിളി എന്നുകൂടി ഒന്ന് ചിന്തിക്കാൻ ബന്ധപ്പെട്ടവർക്ക് വേണമെങ്കിൽ ഇത് അവസരം തരുന്നു. അല്ലെങ്കിൽ വിനാശകാലി വിപരീത ബുദ്ധി. ഒന്ന് UDF ഇന്ന് ആവി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥ. NSS സെക്രട്ടറി G. സുകുമാരൻ നായർ KM മാണിയെ പുകഴ്ത്തിയതിന്, അദ്ദേഹത്തിനെ കുറിശിക്കരുതെന്ന് പറയുന്നതിന് ഇന്ന് NSSന്റെ ആസ്ഥാന മണ്ഡപത്തില് പെരുന്നയില് ഒരു വിഭാഗം നായർ ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം ഇന്നാണ് അവിടെ സത്യാഗ്രഹ രൂപത്തിൽ വരാൻ പോകുന്നത്. ഇന്നലെ ചങ്ങനാശ്ശേരി വഴിക്ക് പോകുമ്പോൾ അവിടെ ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള നായർ ഗ്രൂപ്പിന്റെ പ്രതിഷേധ യാത്ര G. സുകുമാരൻ നായർക്കെതിരെ കാണുകയുണ്ടായി.
അത് ഞാൻ ഇതിനിടയ്ക്ക് കയറി പറഞ്ഞത്, ഇന്നത്തെ ഭരണകക്ഷിയും ഭരണകക്ഷിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന സമുദായ അംഗങ്ങളും ആ സമുദായത്തിലെ നേതാക്കന്മാരും ആ സമുദായവുമായി ബന്ധപ്പെട്ട വ്യക്തികളുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹം കേൾക്കുകയും കാണുകയും ചെയ്യുന്നതിനെതിരെ എങ്ങനെ പ്രതിഷേധിക്കുന്നു എന്നുള്ളതിന് കൂടി ഒരു തെളിവായിട്ട് ഈ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ടി വിയിൽ വന്ന കൂക്കിവിളിയും പത്രമാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങളിൽ വന്ന ആ വാർത്തയും ഒരു ചൂണ്ടുപലകയായിട്ട് നിൽക്കുന്നു എന്ന് മാത്രം പറയുന്നു. പ്രണാമം, നമസ്കാരം.